ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ചാപ്റ്റർ 2 ഫ്രീ റിവാർഡായിട്ട് നമുക്ക് ഇമോട്ട് കിട്ടുന്നുണ്ട്. അത് കൺഫേം ആയിട്ടുണ്ട്. OB50 അപ്ഡേറ്റിൽ നമുക്ക് കുറച്ച് ഇമോട്ട് വരുന്നുണ്ട് ഗൈസ്. അതിൽ നമുക്ക് 1-2 ഇമോട്ട് നമുക്ക് ഫ്രീ ലഭിക്കുകയാണ്. ഇത് മാത്രമല്ല, ലുക്ക് ചേഞ്ചർ അനിമേഷൻ അപ്ഡേറ്റ്, OB50 അപ്ഡേറ്റിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ ബണ്ണി ബണ്ടിലിന്റെ ഈവന്റ്, പിന്നെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവന്റ്, ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ കാര്യം പറയാനുണ്ട് ഫ്രണ്ട്സ്. അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്കാണെങ്കിൽ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. വേറെ എന്തോ ആയിക്കൊള്ളട്ടെ, ഒന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവന്റ്, ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും. നമുക്ക് ഗെയിമിന്റെ ലോബിയിൽ നമുക്ക് ലുക്ക് ചേഞ്ചർ അനിമേഷൻ ഓപ്ഷൻ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്കാണെങ്കിൽ പുതിയൊരു ലുക്ക് ചേഞ്ചർ അനിമേഷൻ നമുക്ക് ഇടാൻ പറ്റും ഗൈസ്. അതിന്റെ ഒരു ബട്ടൺ, ഒരു ഐക്കൺ വരുന്നുണ്ട്. ഇതിലൊന്നും ടച്ച് ചെയ്താൽ അപ്പോൾ നമുക്ക് ലോബിയിൽ വെച്ച് തന്നെ നമുക്ക് ലുക്ക് ചേഞ്ചർ അനിമേഷൻ അടിക്കാൻ പറ്റും ഗൈസ്. അതാണ് ലുക്ക് ചേഞ്ചർ അനിമേഷൻ ഇല്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ലുക്ക് ചേഞ്ചർ അനിമേഷൻ ഉണ്ടോ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അടുത്ത അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വാലറ്റ് നമ്മൾ പോയാൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാത്ത ബണ്ടിൽസ് ഉണ്ടാവുമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ആ ബണ്ടിൽസ് ഓപ്പൺ ചെയ്യാതെ നമുക്ക് എടുത്തിടാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാതെ ഇടാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ വാലറ്റിലേക്ക് വരണം ഗൈസ്. അപ്പോൾ ഇതാണ് ആ ബണ്ടിൽ. അപ്പോൾ നമുക്ക് കിട്ടിയ ബണ്ടിലൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും ഗൈസ്. അതായത് ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എക്യുപ്പൊക്കെ ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഇട്ട് നോക്കാം. സ്റ്റാർ ബട്ടൺ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബണ്ടിൽ നമുക്ക് സ്റ്റാർ കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ദെൻ അപ്ഡേറ്റ് കഴിയുമ്പോൾ പുതിയ സെറ്റിംഗ്സ് വരും ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇവിടെ വരണം. അപ്പോൾ നമുക്ക് ഇൻ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ഗൈസ്. ടോട്ടൽ ഡാമേജ് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഓഫ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡാമേജ് കാണാൻ പറ്റും ഗൈസ്. അതായത് ഓരോ ബുള്ളറ്റ് പോകുമ്പോഴുള്ള ഡാമേജ് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓൺ ആക്കുകയാണെങ്കിൽ ടോട്ടൽ ഡാമേജ് ആണ് ഗൈസ് അപ്പോൾ കൗണ്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ടോട്ടൽ ഡാമേജ് കാണാൻ പറ്റും. അടുത്ത അപ്ഡേറ്റ് ആണ് ലെവൽ 3യുടെ ബാഗില്ല ഗൈസ്. അത് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇതാണല്ലോ, ഇതാ പണ്ട് മുതലുള്ള നമ്മുടെ ബാഗിന്റെ സ്കിൻ ഇതാണല്ലോ ഗൈസ്. ബാഗ് എന്ന് വെച്ചാൽ ലെവൽ 3 ബാഗ്, അത് മാറുന്നുണ്ട് ഗൈസ്. അപ്പോൾ പുതിയ ഡിസൈനൊക്കെ ഫ്രീ ഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 ലെവൽ 2 ഇല്ലേ, ആ ബാഗിനൊന്നും നമുക്ക് മാറ്റം വരില്ലായിരിക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ലെവൽ 3 ഇല്ല ഗൈസ്. ഇതാണ് മാറാൻ പോകുന്നത്. നമുക്കിത് കാണാൻ സാധിക്കുക വേറൊരു രീതിയിലാണ്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ പഴയ ബാഗ് തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ മാത്രം മാറിയിട്ട് അപ്പോൾ ഗെയിമിന്റെ ലോബിയിൽ വെച്ച് മാത്രമേ മാറുള്ളൂ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് വരാൻ നേരത്ത് അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ മിക്കവാറും നമുക്ക് ബാഗിന്റെ കാണാൻ സാധിക്കും ഇങ്ങനെയായിരിക്കും. OB50 അപ്ഡേറ്റ് കഴിയുമ്പോൾ ഗെയിമിലേക്ക് കുറച്ച് ഇമോട്ടുകൾ വരും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഇമോട്ടുകൾ ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഇമോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ആദ്യം തന്നെ ഒരു ഇമോട്ട് കാണാൻ പറ്റും ഗൈസ്. ഇതാണ് ഫസ്റ്റ് ഇമോട്ട്. ഇതിന്റെ പേരാണ് പീക്ക് പോയിന്റ്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്ലെയർ ഇൻഫർമേഷൻ വിൽ ബി ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് CS റാങ്ക് പോയിന്റ് ലഭിക്കാൻ പോകുന്ന റിവാർഡാണ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ പീക്ക് പോയിന്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അത് മാത്രമല്ല ഇമോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ കിട്ടാൻ പോകുന്ന ഇമോട്ട് മാത്രമല്ല അവതാർ, ബാനർ, പിന്നെ ഇതൊക്കെ ലഭിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും. പിന്നെ ഒരു അവതാറിന്റെ ഫ്രെയിം ഉണ്ട്, അപ്പോൾ അതും കിട്ടുന്നുണ്ട്. അടുത്ത ഇമോട്ടാണ് ഷോലെ ഇമോട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള കേസ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് OB50 അപ്ഡേറ്റ് കഴിയുമ്പോൾ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു ഇവന്റ് ആണ് ഷോലെ ഇവന്റ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇമോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഗണ്ണ് പിടിച്ച് നിൽക്കുന്ന ഇമോട്ടാണത്. അടുത്ത ഇമോട്ടാണ് റെയിൻ ഓർ ഷൈൻ. അപ്പോൾ ഇതിന്റെ നമുക്ക് ഐക്കൺ ലഭിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമോട്ട് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇതിന്റെ ഐക്കൺ ഇങ്ങനെയാണ്. അതാണ് ഫ്ലേമിംഗ് ഹാർട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ബോയാ പാസ് വരാൻ പോകുന്ന ഇമോട്ടാണ് ഡുവോ ഇമോട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ലീക്കൊന്നും വന്നിട്ടില്ല കേസ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റൊരു ബൂം എന്ന് പറഞ്ഞിട്ടൊരു ഇമോട്ട് ഉണ്ട് കേസ്. ഇതാണെങ്കിൽ എന്തോ ഒരു കുട്ടിച്ചാത്തം പോകുന്ന രീതിയിലാണ് കേസ് കാണാൻ സാധിക്കുക. പുതിയ ഒരു ബണ്ണി ബണ്ടിൽ വരും കേസ്. അതിന്റെ പുതിയൊരു ബണ്ണി ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമോട്ടും വരികയാണ്. ദീപാവലിയിലെ കേസ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീപാവലിക്ക് വേണ്ടി ഒരു ഇമോട്ടും ഇവന്മാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രമ്മൊക്കെ അടിക്കുന്ന രീതിയിലുള്ള ഇമോട്ടാണ് കേസ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ നമുക്ക് ദീപാവലി ഇവന്റിൽ ഫ്രീ കിട്ടുന്ന ഇമോട്ടായിരിക്കാം. അടുത്തത് ടൊമാറ്റോ സ്മാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമോട്ട് വരുന്നുണ്ട് കേസ്. അപ്പോൾ ഇതും എന്തോ പ്രത്യേക തരത്തിലുള്ളൊരു ഇമോട്ടാണ്. മാപ്പ് റീഡ് ചെയ്യുന്ന ഇമോട്ടാണ് കേട്ടോ. അത് മാത്രമല്ല മറ്റൊരു ഇമോട്ടാണ് ബണ്ണി ബണ്ടിലിന് മറ്റൊരു ഇമോട്ടും വരുന്നുണ്ട്. ബണ്ണി വിഗിൾ എന്നാണ് കേസ് ഇതിന്റെ പേര്. ദെൻ മറ്റൊരു ടാക്ടിക്കൽ മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇമോട്ട് പുതിയ ബണ്ണി ബണ്ടിൽ വരുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഐക്കണാണ് കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ അടുത്ത ബണ്ണി ബണ്ടിൽ ഇവന്റ് വരുമ്പോൾ നമുക്ക് ഐക്കൺ കാണാൻ പറ്റും. ബണ്ണി ബണ്ടിൽ ഇവന്റ് എപ്പോഴാണ് വരാൻ വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇട്ട് ലീക്ക് അനുസരിച്ച് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ബണ്ണി ബണ്ടിൽ ഇവന്റ് വരിക എന്നും അത് മാത്രമല്ല ഏതൊരു ഗാലക്ടിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബണ്ണി ബണ്ടിലുണ്ട് കേസ്. അതാ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒപ്പം പഴയ 1-2 ബണ്ണി ബണ്ടിലും ആഡ് ചെയ്തേക്കാം കേസ്. അപ്പോൾ ഗെയിമിനെ ഫ്രീ ഫയറിൽ ലൂട്ട് അടിക്കേണ്ട. ദെൻ ഫ്രണ്ട്സ് ജൂലൈ 23 പുതിയ OB50യുടെ പ്രീ രജിസ്ട്രേഷൻ ഈവന്റ് ആരംഭിക്കും കേസ്. അപ്പോൾ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുക ലോഡ് ഔട്ട് ആണ്. മാത്രമല്ല സ്ക്വിഡ് ഗെയിമിന്റെ ചാലഞ്ച് ഇവന്റ് കംപ്ലീറ്റ് ആയി കേസ്. അപ്പോൾ ഇതിൽ കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒരു
പയ്യനാണ് എത്ര 4.56 മില്യൺ മറ്റേ ഡയമണ്ട് കിട്ടിയത്. ഈ ഒരു പയ്യനാണ് കേസ്. അപ്പോൾ എന്തായാലും വിന്നർ ഓഫ് എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇവൻ അവിടെ പോയി കളിച്ച് ജയിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫ്രീ ഫയറിൽ ഡെയിലി ഇവന്റ് വരാറുണ്ട്. അപ്പോൾ ഡെയിലി ഇവന്റ് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഇല്ല. ഇത് വലിയൊരു ഇഷ്യൂ ആണ് കേസ്. അപ്പോൾ ഇവന് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ഞാൻ പുതിയ നമ്പറിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഇവിടെ നിറയെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഗെയിംസ് കളിച്ചിട്ടാണ് കേസ്. അപ്പോൾ ഞാനിവിടെ ഡയമണ്ട് വാങ്ങാനുള്ള ഫണ്ട് ഒപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലുഡോ ഗെയിം കാണാൻ പറ്റും. ഞാനിവിടെ ലുഡോ കളിക്കുകയാണ്. ഞാൻ ഭൂരിഭാഗം ഗെയിമിൽ ഞാൻ വിജയിക്കാറുണ്ട് കേസ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ വിജയിക്കുമ്പോൾ എനിക്ക് ഫണ്ടും കിട്ടും, ഫ്രീ ആയിട്ടും കളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കളിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ഡെയിലി ഒരുപാട് നമുക്ക് ഇവിടെ കണ്ടില്ല കേസ്, ഞാൻ വിൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഞാൻ ഡെയിലി 200 രൂപയൊക്കെ ഞാൻ വെറുതെ വിഡ്രോ അടിക്കാറുണ്ട് കേസ്. അപ്പോൾ ചുമ്മാ വെറുതെ കിട്ടുന്നതാ. അപ്പോൾ നേരെ ഞാൻ വിഡ്രോ അടിക്കും. ഞാൻ ഇവന്റ് കംപ്ലീറ്റ് ആക്കും. മാത്രമല്ല വിൻസോ സ്റ്റോർ ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് ഫ്രീ ഫയറിൽ ഡയമണ്ട് വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ വരെ ഇവിടെ ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പ്ലേ റെഡീം കോഡ് ഇല്ല കേസ്, അത് വാങ്ങാൻ പറ്റുന്ന ഗൂഗിൾ പ്ലേ അതിന്റെ ഓപ്ഷനൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുവഴി ഡയറക്റ്റ് നേരിട്ട് നമുക്ക് റെഡീം കോഡ് വാങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ യൂസ് ആക്കിക്കോ. ഇതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കുക, നറൂട്ടോ റാങ്ക് സ്പെഷ്യൽ നമുക്ക് BR മോഡും CS മോഡും വരും കേസ്. അതിന് ബാനറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ BRനും CS-നും വേണ്ടിയുള്ള ബാനേഴ്സ്. ഇപ്പോൾ നറൂട്ടോക്ക് വേണ്ടി ഉച്ചിഹാസ് ലെഗസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ MP40 സ്കിന്നും വരും. ഈ ഗണ്ണ് 3 നിറത്തിലുണ്ടാവും കേസ്. അപ്പോൾ 3 കളർ ഫോം ചെയ്യും. ഈ ഫോം അഥവാ നിറങ്ങൾ അനുസരിച്ച് ആ നോക്കാവുന്ന നിറങ്ങളും അതുപോലെ തന്നെയായിരിക്കും കേസ്. ആ ഗണ്ണിന്റെ കളർ പോലെ തന്നെയായിരിക്കും. ഈ ഫോം വരാൻ നേരത്തെ എന്തോ ഫോം സ്വിച്ച് ബട്ടൺ വരും കേസ്. അത് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. പിന്നെ ഫസ്റ്റ് കില്ല്, ഡബിൾ കില്ല്, പിന്നെ ട്രിപ്പിൾ കില്ലൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ്. പിന്നെ ഐക്കൺസ് ഒക്കെ വരുന്നതായിരിക്കും. അതുപോലെ ഹിഡൻ ലീഫ് വില്ലേജിൽ ഷിബാക്കു തെൻസി ഉണ്ടാവും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക ഗൈസ്. അപ്പോൾ നറൂട്ടോയിലെ എന്തോ ഒരു ഐറ്റം ആണ്. അപ്പോൾ എന്തായാലും ഇത് വരുന്നുണ്ട് നമുക്ക് ഹിഡൻ ലീഫ് വില്ലേജിൽ. ഒരുപാട് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് ഗൈസ്. ഈ നറൂട്ടോ ചാപ്റ്റർ 2 വരാൻ നേരത്ത് നറൂട്ടോ ചാപ്റ്റർ 2 5 ഇമോട്ട് വരും ഗൈസ്. അപ്പോൾ ഒന്നാമത്തെ ഇമോട്ടാണ് റീ അനിമേഷൻ ജുഡ്സു. ഇത് ഗ്രൂപ്പ് ഇമോട്ട് ആയിരിക്കും. അടുത്തത് ദി ഫൈനൽ ബാറ്റിൽ, ഇത് ഡുവോ ഇമോട്ട് ആണ്. ഫ്ലൈയിങ് റൈജൻ ജുഡ്സു, ഇത് മിനാറ്റോയുടെ ഇമോട്ട് ആണ്. ഫയർബോൾ ജുഡ്സു ഇമോട്ട് വരും ഗൈസ്. അത് മാത്രമല്ല ഫോർ ഹെഡ് പോക്ക് എന്ന ഇമോട്ട് വരും ഗൈസ്. ഇത് നമുക്ക് എല്ലാവർക്കും ഫ്രീ കിട്ടുന്ന ഇമോട്ടാന്ന് പറയുന്നുണ്ട്. 5ാമത്തെ ഇമോട്ട് നമുക്ക് ഫ്രീ കിട്ടുന്നത് എങ്ങനെയാണ്, ഏത് മിഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എന്തായാലും ഈവന്റ് വരട്ടെ കേസ്, ഞാൻ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം. നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ. സൈനിങ് ഓഫ്.